ഹലോ, നമസ്കാരം. അങ്ങനെ ഞാൻ ഇന്നലെ അമ്മ യു കെയിൽ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ, അമ്മ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കയറി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറന്നു പോകരുത്. പോകാൻ അടുത്ത് വരുംതോറും കൂടുതൽ കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് കൊണ്ട് നമുക്കത് മനസ്സ് പെട്ടെന്ന് അങ്ങനെ പാകപ്പെട്ട് വരുന്നില്ല. ഇന്നത്തെ കാലത്ത് സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞിടാത്ത മക്കൾ, വൃദ്ധസദനത്തിലാക്കുന്ന മക്കൾ, പിന്നെ അത് പോയിട്ട് പിന്നെ മദ്യപിച്ച് ലക്കുകെട്ട് വരുന്ന ആ മക്കൾ സ്വന്തം അമ്മയാണോ ഭാര്യയാണോ പെങ്ങളാണോ എന്ന് പോലും തിരിച്ചറിഞ്ഞിടാത്ത കാലം, പിന്നെ സ്വത്തിനു വേണ്ടി സ്വന്തം കഴുത്തറുത്ത് കൊല്ലുന്ന കാലം. എന്തൊക്കെയാണ് നമ്മൾ മാതൃത്വത്തിനെ പറ്റി കേൾക്കുന്നതല്ലേ. അപ്പം മാതൃത്വം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കുന്നതിനപ്പുറമാണ് മാതൃത്വം എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം. ഒരു നിമിഷം അവരില്ലാതാകുമ്പോഴുള്ള വിഷമം നമ്മൾ പിന്നെ തകർന്ന് തരിപ്പണമാകുന്നൊരു സിറ്റുവേഷനാണ്. എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഒരിക്കലും ഒരാപത്തും വരത്തില്ല, ആരോഗ്യപരമായി ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ പിന്നെ വേറെ എന്താ ഇപ്പോൾ ആക്സിഡൻ്റ് ഇവിടെ കിടന്ന സമയത്ത് എന്നെ ശുശ്രൂഷിച്ച രീതി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാര്യം ടൈം അനുസരിച്ച് ആഹാരം കൊണ്ട് തരികയും നമ്മളെ പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന ശുശ്രൂഷ എങ്ങനെയാണോ അതുപോലെയാണ് എന്നെ ഒരു പാത്രം പോലും എടുത്ത് കഴുകാനോ ഒന്നും സമ്മതിക്കാതെ ഇങ്ങനെ കൂടെ നടന്ന് നമ്മളെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. പക്ഷേ പോട്ടെ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മ പോകുന്നത്. പോയി എല്ലാ സ്ഥലങ്ങളും കണ്ട് ആസ്വദിച്ച് വരട്ടെ. ചിലപ്പോൾ 74 വയസ്സായി മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും വിദേശ രാജ്യത്തിൽ പോകണം എന്നുള്ളത്. നേരത്തെ വിസയൊക്കെ എടുത്ത് വെച്ച് ഞാൻ തന്നെയാണ് നിർബന്ധിച്ചത്. അമ്മ എത്രയും പെട്ടെന്നൊരു വിസ എടുത്ത് വയ്ക്കണം, വിസയല്ല പാസ്പോർട്ട് എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലെങ്കിലും ഒരു തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ എങ്ങനെയെങ്കിലുമൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പാസ്പോർട്ട് എടുക്കാൻ നിർബന്ധിച്ചത് ഞാൻ തന്നെയാണ്. അങ്ങനെയാണ് പാസ്പോർട്ടൊക്കെ എടുത്തത്. ഭയങ്കര ഹാപ്പിയായിരുന്നു പാസ്പോർട്ടൊക്കെ എടുത്തപ്പോഴത്തേക്ക്. പോകാമല്ലോ എന്നുള്ള രീതിയിൽ. എന്താ പറയാൻ, എനിക്ക് അമ്മയുടെ ഓരോ ദിവസത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടം കൂടി വരികയാണ്. എന്നാലും അമ്മ പോയി സന്തോഷമായിട്ട് വരട്ടെ. അപ്പോൾ നീരജ അമ്മൂസ് ഇന്ന് രാവിലെയും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ പെട്ടെന്ന് വരാൻ തയ്യാറായിക്കോ. സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞ കൺട്രിയിലാണ് നീരജ ഇപ്പം നിൽക്കുന്നത്. സൂപ്പർ കൺട്രിയാണ്, അമ്മ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങളും അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പം ഇനി തിങ്കളാഴ്ചയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, മറന്നു പോകരുത്. ചിന്തിക്കുന്നതിനപ്പുറമാണ് സങ്കടം. എന്നാലും സഹിച്ചല്ലേ പറ്റുള്ളൂ. ഓക്കെ, കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല.